ശ്രീ എം കെ ഹരിദാസ്, ഇടതുപക്ഷത്തിന്റെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് ഈ മന്ത്രിസ്ഥാനവും വകുപ്പുകളും എന്ന് തന്നെയാണോ വിവക്ഷിക്കേണ്ടത്? ഞാൻ അതിനു മുമ്പ് എൻ്റെ കുട്ടിക്കാലത്ത് 10, 12, 13 വയസ്സ് കാലഘട്ടത്തിൽ എൻ്റെ വീടായിരുന്നു ആ പ്രദേശത്ത് ഒരു കളിത്തട്ട്. അതായത് എല്ലാ കുട്ടികളും അവധി ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് വരും, അതുമാതിരി തന്നെ അവധിക്കാലത്ത് ഉച്ചയ്ക്ക് വരും. അപ്പോൾ കുട്ടികൾ ഒരു 10, 12 കുട്ടികളുണ്ടായിരിക്കും. ഈ കുട്ടികൾക്ക് അവിടെ കളിക്കാൻ വരാം, ഒക്കെ ചെയ്യാം. പക്ഷേ അവിടെ ഞാൻ പറയുന്നത് മാത്രമേ നടന്നിരുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ വീടാണ്, എൻ്റെ വീടിൻ്റെ മുറ്റമാണ്. അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ കളിക്കണം, ആ കളിയെ നിയന്ത്രിക്കുന്നതിൻ്റെ മുഴുവൻ അവകാശവും എന്നിൽ നിക്ഷിപ്തമായിരുന്നു. ഇത് ഞാൻ വെറുതെ പറയില്ല. ഇതിപ്പോൾ എൻ്റെ നാട്ടിൽ എൻ്റെ സമകാലികരായിട്ടുള്ള ആൾക്കാർ ഇത് കാണുകയാണെങ്കിൽ വിചാരിക്കും ശരിയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ബലദേവ് സച്ചിദാനന്ദ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. ആർക്കും എന്തും പറയാം, ആർക്കും എന്ത് അഭിപ്രായവും പറയാം, വകുപ്പുകളെ കുറിച്ചിട്ട് പറയാം, മാറ്റത്തെക്കുറിച്ചിട്ട് പറയാം. പക്ഷെ അത് ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം എന്നൊരു ചിന്ത ഇപ്പോഴത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടോ എന്ന് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കുമാറാണ് ശ്രീ ബലദേവ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നിട്ട് ഇത്ര ദിവസമായിട്ടും പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണ് തോൽക്കാൻ എന്താ കാരണമെന്ന്. ജനങ്ങളെ അങ്ങേയറ്റം വെറുപ്പിച്ചിരിക്കുകയാണ്. 20 മന്ത്രിമാരല്ല വെറുപ്പിച്ചിരിക്കുന്നത്, ഈ മുഖ്യമന്ത്രിയുടെ വാക്കും പ്രവൃത്തിയുമാണ് വെറുപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ ഒരാൾക്കും കഴിയാതെയല്ല. പൂച്ചയ്ക്ക് ആരാണ് മണി കെട്ടുക, ആർക്കാണിത് പറയാനുള്ള? ഇവിടെ രോഹിണി പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിൽ അങ്ങേയറ്റം സത്യസന്ധതയുണ്ട്. ഈ പോക്ക് നമുക്ക് ആപത്താണെന്ന് പറയാനുള്ള ഒരുത്തനും അതിൽ വളർന്നിട്ടില്ല. ബാക്കിയൊക്കെ മാധ്യമ സൃഷ്ടികളാണ്. ചില പത്രത്തിൻ്റെ ഒക്കെ ഹെഡ്ലൈനിൽ കാണാം, സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഇതിൽ വിമർശിച്ചു, അത് ചെയ്തു, ഇത് ചെയ്തു. അതൊക്കെ മാധ്യമ സൃഷ്ടികളാണെന്നുള്ളതും അതൊന്നും നടന്നിട്ടില്ല എന്നും നമുക്കറിയാം. നമ്മൾ തിരുത്തപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് അറിയുന്നില്ല. പിന്നെ അങ്ങ് വളരെ വാചാലനായിക്കൊണ്ട് ഇവിടെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ, സർ, കേരളത്തിലെ ഞാൻ അങ്ങയോട് ചോദിക്കുകയാണ് സർ, കേരളത്തിലെ ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിലെ ജനങ്ങൾക്ക് ഈ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഈ ഗണേഷ് മോനും അതുമാതിരി തന്നെ ഈ AK ശശീന്ദ്രനൊക്കെ മന്ത്രിയാകണമെന്ന ആഗ്രഹമുള്ള ജനങ്ങൾ ഈ കേരളത്തിലുണ്ടോ സർ? ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിലത്തെ ജനങ്ങളെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അവരെയൊക്കെ പിടിച്ചു നിർത്തേണ്ടത്, കൂടെ പിടിച്ചു നിർത്തേണ്ടത് ഈ മുന്നണി സംവിധാനത്തിലൊരു സിസ്റ്റം എന്ന നിലയ്ക്ക് അവരെ മന്ത്രിയാക്കാനും 2.5 കൊല്ലം ഒരു മന്ത്രി, ഈ 2.5 കൊല്ലം ഈ കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായിട്ടില്ലെങ്കിൽ കേരളം തിരിച്ച് അറബിക്കടലിലേക്ക് പോവുക ശ്രീ ബലദേവാനന്ദ സാർ? ഒന്നും സംഭവിക്കില്ല. പക്ഷേ മുന്നണി രാഷ്ട്രീയത്തിലെ വീതം വെപ്പിന് വേണ്ടിയിട്ട് അങ്ങ് മനസ്സിലാക്കണം സാർ, 112 കോർപ്പറേഷനുകളാണ് നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തുള്ളത്. ഇതിൽ ഈറ്റവെട്ട് കോർപ്പറേഷനും ഉണ്ട്, ബാംബു കോർപ്പറേഷനും ഉണ്ട്. ഞാനിപ്പോൾ ഇത് വിഷയം വിട്ട് സംസാരിക്കുകയല്ല. എന്തിനാണ് സാർ നഷ്ടത്തിലോടുന്ന ഈ 2 കോർപ്പറേഷനും ഈ സംസ്ഥാന സർക്കാർ കൊണ്ടു നടക്കുന്നത്? രണ്ടും അറിഞ്ഞ നഷ്ടത്തിലാണ്. രണ്ടിനും മാസാമാസം കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാൻ വേണ്ടി, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി സംസ്ഥാന ഖജനാവിൽ നിന്ന് കൊടുക്കുകയാണ്. എന്തിനാണ് സാർ? രണ്ടിനും ഓരോ ചെയർമാൻ സ്ഥാനമുണ്ട്. വരണം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വരുന്നവരെ സ്വാഗതം ചെയ്യണം. അതിനാണ് ഈ 112 കോർപ്പറേഷനുകളും ബോർഡുകളും സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു സംവിധാനത്തിലൂടെ കടന്നപ്പള്ളി രാമചന്ദ്രനെ മന്ത്രിയാക്കിക്കൊണ്ടുള്ള വീരഗാഥ പറയല്ലേ സാർ? അത് ജനങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കേളു മന്ത്രിയാകേണ്ടത് കേരളത്തിലെ വലിയൊരു വിഭാഗം ഗോത്രവർഗ മേഖലയിലെയും ആദിവാസികളുടെയും ആവശ്യമാണ് സാർ. അവർക്ക് കിട്ടുന്ന ഒരു വലിയ ലോട്ടറിയാണത്. അതുകൊണ്ട് കേളുവിന് അർഹമായ സ്ഥാനം കൊടുത്തുകൊണ്ട് മുൻ മന്ത്രിയുടെ അതേ വകുപ്പുകൾ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ലാതാവുന്നില്ല, കൂടുതൽ ശോഭിക്കുമായിരുന്നേ ഉള്ളൂ. അതങ്ങ് മനസ്സിലാക്കണം. പിന്നെ താങ്കൾ അടുത്തത് പറഞ്ഞു, എന്ത് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് മന്ത്രിസഭയാണ് സാർ. അതിലേക്കൊന്നും കടക്കാനുള്ളൊരു ചർച്ചയല്ല സാർ ഇത്. എന്നിരുന്നാലും താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഞാനിതിൽ സന്ദീപ് വാര്യരുടെ കാഴ്ചപ്പാടോ രോഹിണിയുടെ കാഴ്ചപ്പാടോ ജാതീയതയൊന്നും തിരിച്ചിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കഴിഞ്ഞ 3 വർഷത്തെ ഭരണം എടുത്തു കഴിഞ്ഞാൽ ഒരു ബാഹ്യ ശക്തി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനെ നിയന്ത്രിക്കുന്നുണ്ട് സാർ. അത് പോലീസിനാവട്ടെ, ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ബാറിൻ്റെ ലൈസൻസ് കൊടുക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഒരു ബാഹ്യ ശക്തിയാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്. ആ ബാഹ്യശക്തിയുടെ പ്രേരണ ഈ OR കേളുവിനെ ദേവസ്വവും അതുമാതിരി തന്നെ പാർലമെൻ്ററി കാര്യവും കൊടുക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അതിലേക്ക് കടക്കാൻ ഞാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അരമന രഹസ്യം അങ്ങാടിപ്പാട്ടാക്കാൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഒരു ബാഹ്യശക്തിയുടെ നിയന്ത്രണത്തിൽ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയോ സാർ? ആദിവാസികളുടെ ചെകിടത്ത് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ രോഹിണി പ്ലീസ്. ഈ 20/2/24 മറ്റേ നമ്മുടെ ശ്രീ അനിൽ നമ്പ്യാർ ഒരു ചർച്ച നടത്തി. എന്തായിരുന്നു എന്നറിയോ? ആദിവാസി മേഖല അട്ടപ്പാടിയോടുള്ള അവഹേളനം ഈ സർക്കാരിൻ്റെ
ആ അട്ടപ്പാടിയോടുള്ള അവഹേളനത്തിൽ എന്താ വെച്ചാൽ അന്ന് തലേ ദിവസം അവിടെ ഒരു യുവാവിന് മരിക്കേണ്ടി വന്നു. 400 മീറ്റർ റോഡ് ഈ മുളയിൽ കെട്ടിക്കൊണ്ട് ഈ യുവാവിനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകും. അതായിരുന്നു വിഷയം. സാർ, ഈ കോളനിയെ നഗറാക്കിക്കൊണ്ടോ സങ്കേതത്തെ ഉന്നതിയാക്കിക്കൊണ്ടോ ഊരിനെ പ്രകൃതിയാക്കിക്കൊണ്ടോ ഇറങ്ങിപ്പോയ മന്ത്രിക്ക് അങ്ങേയറ്റം ജയ് വിളിക്കുകയും സമൂഹ മാധ്യമത്തിലെ വലിയൊരു കൃത്യം ചെയ്തതായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ മൂക്കത്ത് വിരൽ വെക്കുന്ന ഒരു സമൂഹമുണ്ട് സാർ ഇവിടുത്തെ ഈ ആദിവാസി മേഖലയിലെ. കാരണം രാധാകൃഷ്ണൻ്റെ ഈ വീരകൃത്യം കൊടുത്തതിൻ്റെ താഴെ വീണ്ടുമുണ്ട് സ്ട്രെച്ചറിൽ റോഡ് സൗകര്യമില്ലാത്തത് കൊണ്ട് ആദിവാസി യുവാവിനെ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നൊരു ഫോട്ടോ. അപ്പോൾ ഇദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ ആദിവാസി ഊരുകളിൽ സുഗമമായിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് സംവിധാനം ഒരുക്കിയിട്ടാണ് ഈ മഹാൻ ഇറങ്ങിപ്പോയിട്ട് അത് വാർത്തയാക്കുകയാണെങ്കിൽ കേരളത്തിലെ ആദിവാസികളല്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരല്ലോ കൈയടിക്കും സാർ. ഈ പേര് മാറ്റിയത് കൊണ്ട് ഏത് ആദിവാസിയാണ് സാർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഈ പേര് ഉപയോഗിക്കുന്നത് കൊണ്ട് അപമാനമാണെന്ന് ഒരു ആദിവാസിയും പറഞ്ഞിട്ടില്ല. അപ്പം ഇതൊക്കെ നവോത്ഥാനത്തിന്റെ ഭാഗമാണ്, ചുവരിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ള നവോത്ഥാന സൃഷ്ടികളാണ്. ഓക്കെ. പക്ഷേ ശ്രീ ഹരിദാസ്, ഇപ്പോൾ OR കേളു ചുമതലയേറ്റതിന് ശേഷം ഏറ്റവും ആദ്യം പറഞ്ഞ പ്രസ്താവനയും അതുതന്നെയായിരുന്നു, ഈ പേരുമാറ്റലിനോട് യോജിക്കുന്നില്ല, തികച്ചും ലോജിക് അല്ലാത്ത കാര്യം എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മാധ്യമങ്ങളോടത് പറഞ്ഞിരിക്കുന്നത്.